നമസ്കാരം. പരേതനായ വിശ്വനാഥൻ നായരുടെ സഹധർമ്മിണിയും പ്രശസ്ത നടൻ മോഹൻലാലിൻ്റെ അമ്മയുമായ ശാന്തകുമാരി അമ്മ തൻ്റെ 90-ാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഈ അടുത്തിടെയായിരുന്നു അമ്മയുടെ 89-ാം പിറന്നാൾ. അമ്മ കുറേ കാലങ്ങളായി കടുത്ത രോഗാവസ്ഥയിലായിരുന്നു. അമ്മ അത്തക്കിയ രോഗങ്ങളെ തുടർന്ന് അമ്മേനെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും കൊച്ചിയിലെ വസതിയിലേക്ക് മാറ്റുകയായിരുന്നു ലാലേട്ടൻ. തൻ്റെ മകൻ വലിയൊരു താരമാണെന്നും ലോകമറിയപ്പെടുന്ന ഒരു കലാകാരനാണെന്നും അവൻ്റെ അമ്മയാണ് താനാണെന്നും എന്നുള്ള യാതൊരു മനോഭാവമോ ജാടയോ ഒന്നുമില്ലാത്ത തികച്ചും നാട്ടുപ്രദേശത്തുകാരിയായ സാധാരണ കുടുംബിനിയായിരുന്നു ശ്രീ ശാന്തകുമാരി അമ്മ. കലാരംഗമായി യാതൊരു ബന്ധമില്ലാത്ത കുടുംബാംഗമായ ലാലേട്ടൻ ഇന്ത്യൻ സിനിമയിൽ അറിയപ്പെടുന്ന നടന്മാരിൽ ഒരാളാണ് എന്നും തൻ്റെ മകൻ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും താൻ തികച്ചും സാധാരണക്കാരായ ഒരു അമ്മ മാത്രമാണ് എന്നുള്ളതാണ്. ക്യാപ്റ്റൻ രാജു ലാലേട്ടനെ ചെന്നൈയിലെ ഒരു സെറ്റിംഗ് ലൊക്കേഷനിൽ വെച്ച് കാണുകയും സാമ്പത്തിക സഹായം ആവശ്യപ്പെടുകയും ആ നിമിഷം തന്നെ ലാലേട്ടൻ ട്രിവാൻഡ്രത്തേക്ക് ഫോൺ ചെയ്ത് അമ്മയോട് പറഞ്ഞു, ഇത് രാജായം വരുന്നുണ്ട്, എന്താണെന്ന് വെച്ചാൽ കൊടുക്കണം, ഇന്നത് കൊടുക്കണമെന്ന് ഏൽപ്പിച്ചു. അപ്രകാരം ക്യാപ്റ്റൻ രാജു ട്രിവാൻഡ്രത്തെ വീട്ടിലെത്തുകയും അമ്മ ക്യാപ്റ്റൻ രാജുവിനെ സ്നേഹപൂർവ്വം വരവേൽക്കുകയും ഭക്ഷണവും ആഹാരവും എല്ലാം കൊടുത്ത് അമ്മയെ സ്നേഹവാത്സല്യത്തോടെ കുടുംബവിശേഷങ്ങളെല്ലാം അന്വേഷിച്ച് ലാലേട്ടൻ പറഞ്ഞ പണവും കൊടുത്ത് അയച്ചതായിട്ടാണ് ഒരു അഭിമുഖത്തിൽ ക്യാപ്റ്റൻ രാജു രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ കഥകൾ ക്യാപ്റ്റൻ രാജു എന്ന നടന് മാത്രമല്ല, അമ്മയെ അടുത്തറിയാവുന്ന ഒരു സാധാരണക്കാരന് പോലും ഇത്തരം കഥകൾ മാത്രമേ പറയാറുള്ളൂ. മുടവൻ മുകൾ വീടിൻ്റെ പരിസരത്തുകൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ പോയിട്ടുള്ള ഒരു വ്യക്തികൾ എന്തെങ്കിലും ഒരു സഹായമായി ബന്ധപ്പെട്ട് ഈ അമ്മയുടെ അടുത്ത് ചെന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവരെന്ത് സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ടോ അതും നൽകി, സാമ്പത്തിക സഹായമാണെങ്കിലും അതല്ലാതെയുള്ള സഹായങ്ങൾ അതും നൽകി, അവർക്ക് ഭക്ഷണം വേണമെങ്കിൽ ഭക്ഷണം എന്താ കഴിക്കുന്നത് വെച്ചാൽ അവർക്ക് വീട്ടിലുള്ള ഭക്ഷണം കൊടുത്ത് അവരെ സ്നേഹവാത്സല്യത്തോടെ പരിചരിക്കുന്ന അല്ലെങ്കിൽ പെരുമാറുന്ന ഒരു സ്വഭാവ ശൈലിയുടെ ഉടമയായിട്ടാണ് ജീവിതാനുഭവങ്ങളിൽ പറഞ്ഞ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അമ്മയുടെ മരണം സ്ഥിരീകരിക്കുമ്പോൾ ലാലേട്ടൻ മകൾ വിസ്മയുടെ പുതിയ സിനിമയായ തുടക്കത്തിൻ്റെ സെറ്റിലായിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. ലാലേട്ടന് അച്ഛൻ വിശ്വനാഥൻ നായർ എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് വിശ്വനാഥൻ നായർ, അദ്ദേഹത്തോട് ബഹുമാനം കലർന്ന ഭയമായിരുന്നു ലാലേട്ടന്. എന്നാൽ അമ്മയോട് നേരെ തിരിച്ചും. അമ്മയോട് കഴിഞ്ഞാൽ കിരീടം സിനിമയിൽ കവിയൂർ പൊന്നമ്മയായിട്ടുള്ള ഒരു അമ്മയും മകനുമുള്ള ബന്ധം കാണിക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ശൈലിയായിരുന്നു അമ്മയായിട്ടുള്ള വാത്സല്യം. ലാലേട്ടൻ ലോകത്ത് ഏത് മൂലയിലായിരുന്നെങ്കിലും നിത്യനെ അമ്മയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കാൻ ഈ അടുത്ത കാലത്തായിട്ടാണ് അമ്മയായിട്ട് സംസാരിക്കുന്ന ശൈലിയിൽ മാറ്റം വന്ന് അമ്മയ്ക്ക് പറയുന്നത് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല എന്ന ഒരു കണ്ടീഷനിൽ എത്തിയ പിന്നെയാണ് അമ്മയെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യാതെ വന്നത്. അല്ലാതെ നിത്യനെ എത്ര സമയം എടുത്താലും അമ്മയെ ഫോണിൽ ബന്ധപ്പെട്ട് അമ്മയോട് വിശേഷങ്ങൾ അറിയിക്കുക, ഇവിടുത്തെ നാട്ടിലെ വിശേഷങ്ങൾ അന്വേഷിക്കുക, തുടർന്നുള്ള നിരന്തരമുള്ള നിത്യനെ ഫോണിൽ ബന്ധപ്പെടുന്ന ഒരു പ്രവണത ലാലേട്ടൻ ഒരു ദിനചര്യ പോലെ തന്നെ തുടർന്നിരുന്നു എന്നാണ് ലാലേട്ടൻ പല അഭിമുഖങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയങ്കനായ മോഹൻലാലേട്ടനെ നമുക്ക് സിനിമാ മേഖലയിൽ അദ്ദേഹം എത്തിപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെയും പരിശ്രമത്തിൻ്റെയും അടിസ്ഥാനത്തിലാണെങ്കിലും ഈ മലയാളക്കരയ്ക്ക് ലാലെന്ന മഹാനടനെ സമ്മാനിച്ച, അല്ലെങ്കിൽ ലാലെന്ന കലാകാരനെ സമ്മാനിച്ച, നമ്മെ വിട്ടു പിരിഞ്ഞ ശാന്തകുമാരി അമ്മയാണ് എന്ന ലോക ചരിത്ര അധ്യായങ്ങളിൽ മായ്ക്കാനാവാത്ത ഒരു പ്രപഞ്ച സത്യം കൂടിയാണ്. മലയാളക്കരയുടെ പ്രിയങ്കനായ ലാലേട്ടൻ്റെ അമ്മയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിക്കുന്നതിനോടൊപ്പം പരേതയായ ശാന്തകുമാരി അമ്മയുടെ ആത്മാവിന് ശാന്തിയും സമാധാനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദീപം FIS ചാനലിൻ്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.